രാത്രി 3 മണി. പുറത്ത് കാറ്റ് ശക്തമായി വീശുന്നു. മഴ പെയ്യാൻ പോകുന്ന പോലെ. ആകാശം ഇരുണ്ടു. അനന്യ തൻ്റെ മുറിയിൽ ഒറ്റയ്ക്കിരുന്ന്. പെട്ടെന്ന് ഫോൺ വൈബ്രേറ്റ് ചെയ്തു. അൺനോൺ നമ്പർ. ആദ്യം അവൾ അത് കട്ട് ചെയ്തു. പക്ഷേ വീണ്ടും അതേ നമ്പറിൽ നിന്ന് കോൾ വന്നു. ആ കോൾ അവൾ അറ്റൻഡ് ചെയ്തു. മറുതലയ്ക്കൽ നിന്ന് കേട്ടത് ഒരു ശ്വാസം. അവൾ ചോദിച്ചു, ഹലോ, ആരാണ്? ശബ്ദമൊന്നുമില്ല. അല്പസമയത്തിനു ശേഷം ഒരു വാക്ക് മാത്രം, നീ ജനലിന് പുറത്തേക്ക് നോക്ക്. അനന്യയുടെ ഹൃദയം വേഗത്തിൽ മിടിച്ചു. അവൾ പതുക്കെ ജനലിനടുത്തേക്ക് നടന്നു. പുറത്ത് ആരുമില്ല. പക്ഷേ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ അടുത്ത് ഒരാൾ നിൽക്കുന്നു. മുഖം കാണാനില്ല. കറുത്ത വസ്ത്രം. ഫോൺ വീണ്ടും റിങ് ചെയ്തു. കാണുന്നുണ്ടോ? ആ ചോദ്യം കേട്ട് അവൾ ഭയന്നു. പെട്ടെന്ന് ജനൽ അടച്ചു. നീ ആരാ? നീ എന്നെ മറന്നോ? അവളുടെ മൈൻഡ് ഫ്ലാഷ് ബ്ലാക്കായി. പക്ഷേ ഓർമ്മയില്ല. അടുത്ത ദിവസം അവൾ പഴയ ഫോട്ടോസ് നോക്കി. ഒരു ഫോട്ടോയിൽ അവളുടെ ഫ്രണ്ട്സ് കൂടാതെ ഒരാൾ മങ്ങിയതുപോലെ നിൽക്കുന്നു. ആരെങ്കിലും എഡിറ്റ് ചെയ്ത പോലെ. പെട്ടെന്ന് അവൾക്ക് ചെറിയൊരു ഓർമ്മ വന്നു. 1 മാസം മുൻപ് ഒരു ട്രിപ്പ് പോയിരുന്നു. ആ ട്രിപ്പിൽ അവളും ഫ്രണ്ട്സും ഒരു ഹോട്ടലിൽ പോയിരുന്നു. അവിടെ ഒരു ബോയ്. അവൻ അവരോട് ഒരു ഹെൽപ്പ് ചോദിച്ചു. പക്ഷേ അവർ അവനെ അവോയ്ഡ് ചെയ്തു. ഫണ്ണായി വീഡിയോ എടുത്തു. അടുത്ത ദിവസം ടിവിയിൽ ആ പയ്യന്റെ മുഖം കണ്ടപ്പോൾ അവരൊന്നു ഞെട്ടി. അവർ പോയിരുന്ന ഹോട്ടലിൽ ആ പയ്യൻ മരിച്ച നിലയിൽ കാണപ്പെട്ടു. അനന്യയുടെ കൈകൾ വിറച്ചു. ഫോൺ വീണ്ടും റിങ് ചെയ്തു. അതേ നമ്പർ. ഇപ്പോൾ ഓർമ്മയുണ്ടോ? അവൾ കരഞ്ഞു. സോറി, ഞങ്ങൾ അന്ന് അത് സീരിയസ് ആയി എടുത്തില്ല. എനിക്ക് സീരിയസ് ആയിരുന്നു. വാതിൽ പതുക്കെ തുറന്നു. ആരോ നടന്നു വരുന്ന ശബ്ദം. അവൾ പേടിച്ചു. നിശ്ചലമായി പോയി. ഫോൺ വോയിസ്. ഇപ്പോൾ ഞാൻ പുറത്തല്ല, അകത്താണ്. പെട്ടെന്ന് ലൈറ്റ് ഓഫായി. മുറി മുഴുവൻ ഇരുട്ട്. അനന്യയുടെ ശ്വാസം മാത്രം കേൾക്കാം. ആരെങ്കിലും ഉണ്ടോ? അവൾ ഭയന്ന് ചോദിച്ചു. ഉത്തരമില്ല. പക്ഷേ അവളുടെ പിന്നിൽ നിന്ന് ഒരു തണുത്ത കാറ്റ്. അവൾ പതുക്കെ തിരിഞ്ഞു. അവിടെ അവൻ. മുഖം വ്യക്തമല്ല, കണ്ണുകൾ മാത്രം തെളിഞ്ഞു. അവൻ ശാന്തമായി പറഞ്ഞു, നീ എന്നെ കൊന്നില്ല, പക്ഷേ നീ എന്നെ രക്ഷിക്കാനും ശ്രമിച്ചില്ല. അനന്യ കരഞ്ഞു. ഞങ്ങൾ കുട്ടികളായിരുന്നു. ഞങ്ങൾക്ക് ഭയം തോന്നി. അവൻ അടുത്തേക്ക് വന്നു. എനിക്കും ഭയമുണ്ടായിരുന്നു. അവൻ കൈ നീട്ടി. അനന്യ പിന്നോട്ടു പോയി. പ്ലീസ്, എന്നെ വിടൂ. അന്ന് നീ എന്നെ വിട്ടോ? അവൻ അലറി. പിന്നീടെല്ലാം നിശബ്ദം. പിറ്റേന്ന് നെയ്ബേഴ്സ് വാതിൽ പൊളിച്ച് അകത്ത് കയറി. അനന്യ നിലത്ത് കിടക്കുന്നു, ജീവനോടെ. പക്ഷേ അവളുടെ കണ്ണുകൾ തുറന്നിരുന്നു. പക്ഷേ ആരെയും അവൾ നോക്കുന്നില്ല. ഡോക്ടർ പറഞ്ഞു, പേഷ്യൻറ്റിൻ്റെ ബോഡിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ മൈൻഡ് കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആണ്. പക്ഷേ അനന്യ ഒരേ ഒരു വാക്ക് മാത്രം റിപ്പീറ്റ് ചെയ്യുന്നു. അവൻ പുറത്തല്ല, അവൻ അകത്താണ്.